നമസ്കാരം. ഇലക്ഷൻ 2026 കേരള. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വയനാട് ജില്ലയാണ് ഇന്ന് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായിരിക്കും വയനാട് ജില്ല, ഏത് തരത്തിലായിരിക്കും വയനാട് ജില്ല കാണുന്നത്? നമുക്കറിയാവുന്നത് ഈ UDFിൻ്റെ അപ്രമാദിത്വം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു അപ്രമാദിത്വമുള്ള മേഖല ഏതാണ് എന്ന് ചോദിച്ചാൽ വയനാട് എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ഇടം. അതാണ് ഈ പറയുന്ന വയനാട്. കാരണം പലപ്പോഴും ഇപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും ഒക്കെ സേഫായിട്ട് സീറ്റ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് അങ്ങ് വയനാട്ടിലേക്ക് പോയാൽ മതി. കേരളത്തിൽ പോയി വയനാട്ടിൽ നിന്ന് മത്സരിച്ചാൽ മതി, ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് എത്തുന്ന ഇടമാണ് ഈ പറയുന്ന വയനാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വയനാട് ലോക്സഭാ സീറ്റിൽ പലപ്പോഴും 4.5 ലക്ഷത്തിനും 5.5 ലക്ഷത്തിനും ഒക്കെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ വിജയിച്ചു കയറിയിട്ടുള്ളത്. പണ്ട് MI ഷാനവാസും ഇതുപോലെ 2-2.5 ലക്ഷം വോട്ടിനൊക്കെ വിജയിച്ചു കയറിയ ഒരു മണ്ഡലം കൂടിയാണ്. അങ്ങനെയല്ലേ നമ്മൾ അതിനെ കാണേണ്ടത്? അപ്പോൾ നമ്മൾ വയനാട് മണ്ഡലത്തിലേക്ക് എത്തിയാൽ സാദിഖ് സാറെ, ഈ പറയുന്ന കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും മാനന്തവാടി അടങ്ങുന്ന 3 നിയോജക മണ്ഡലങ്ങൾ മാത്രമല്ല ഒരു ചെറിയ ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധ്യതകൾ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചാൽ എങ്ങനെയായിരിക്കും അതിനെ പറഞ്ഞു വെക്കാൻ കഴിയും? ഞാൻ പറഞ്ഞ പോലെ UDFന് വളരെ അപ്രമാദിത്വമുള്ള ഒരു മേഖലയാണ് എങ്കിൽ കൂടിയും ഈ വയനാട് ഏറ്റവും ചെറിയ ജില്ലയിൽപ്പെട്ട ഒന്നാണ്. കേരളത്തിലെ 14 ജില്ലയിലെ ഏറ്റവും ചെറിയ ജില്ലയാണ്. എന്നാൽ ഏറ്റവും സമ്പന്നമായ നാണ്യവിളകളാലും പ്രകൃതി ഭംഗിയാലും ഒക്കെ സമ്പന്നമായ ഒരു ജില്ലയാണ്. അവിടെ കോൺഗ്രസിന്റെ ഒരു സ്വർണ്ണ ഖനി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു പാർലമെന്റിലായാലും അസംബ്ലിയിലായാലും അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ന്യൂനപക്ഷങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ആദിവാസികൾ, ഗോത്രവർഗം, ഇതെല്ലാം ഉണ്ട്. അപ്പൊ സമൂഹത്തിൽ ഏതാണ്ട് ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവരല്ല അവിടുത്തെ ബഹുഭൂരിപക്ഷവും എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു പരിച്ഛേദമായിട്ട് ആ വിഭാഗങ്ങളെല്ലാം കോൺഗ്രസിനോട് എപ്പോഴും അനുഭാവം കാണിക്കുന്നവരാണെന്നും കൂടി അതിലൂടെ തെളിയിക്കുന്നു. ഇപ്പം നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞതുപോലെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും രണ്ടുപേരും അവിടെ വൻ ഭൂരിപക്ഷത്തിൽ 4 ലക്ഷത്തിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിലാണ് എപ്പോഴും ജയിച്ചിട്ടുള്ളത്. പക്ഷെ ആ ജയത്തെയൊക്കെ കേന്ദ്രം ഭരിക്കുന്നവർ ഈ സാധാരണ ജനങ്ങൾ കോൺഗ്രസിനൊപ്പം എന്ന് പറയുന്നതിന് പകരം അവരുടെ പ്രചരണം വർഗീയത അവിടെ വിജയിച്ചു എന്നാണ്. ഇത് കേട്ടാൽ തോന്നുന്നു അവിടുത്തെ ഈ ഇത്രയും ലക്ഷം പേരും മുസ്ലിങ്ങളാണെന്നുള്ള രീതിക്കാണ് പ്രചരണം പോയത്. അതിനെ ഏറ്റെടുക്കാൻ കേരളത്തിലെ LDFന്റെ കൺവീനറും ജില്ലാ സെക്രട്ടറിയും അതുപോലെയുള്ളവരൂടെ വന്നു എന്നുള്ളത് അതിനേക്കാൾ കഷ്ടം. അതവിടെ നിൽക്കട്ടെ. 3 സീറ്റാണ്. 3-2 ഭൂരിപക്ഷം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. 3-2 സീറ്റും കോൺഗ്രസിനാണ്. കൽപ്പറ്റ T സിദ്ദിഖാണ്. അതുപോലെ ബത്തേരിയിലെ IC ബാലകൃഷ്ണനാണ്. മാനന്തവാടി മാത്രമാണ് കേളു എന്ന മന്ത്രി അവിടുത്തെ MLA. അപ്പൊ 3-2 ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ അവിടെ കോൺഗ്രസിനുണ്ട്. അവർ രണ്ടുപേരും മത്സരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അല്ല, അവർ 3 പേരുമാണ് നിലവിൽ മത്സരിക്കുന്ന 3 MLA-മാരും സിറ്റിംഗ് MLA-മാർ 3 പേരും മത്സരിക്കുന്ന ഒരു നിയോജക മണ്ഡലം എന്ന ഒരു പ്രസിദ്ധിയും കൂടെ അതിനുണ്ട്. ഈ 3 പേരിൽ 3 പേരും തൽസ്ഥിതി നിലനിർത്താൻ വേണ്ടിയാണ് മത്സരിക്കുന്നതെങ്കിലും ഒരാളിന് മുൻ MLA അല്ലെങ്കിൽ മുൻ മന്ത്രി എന്ന് ഈ വോട്ടെണ്ണി കഴിയുമ്പോൾ അങ്ങനെ ഒരു പരിവേഷം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അത് മാനന്തവാടിയിൽ കേളു എന്ന മന്ത്രിക്ക് ഇത്തവണ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. താങ്കൾ പറഞ്ഞു തന്നത് ഈ സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും മാനന്തവാടി അടങ്ങുന്ന 3 സീറ്റുകളും UDF നേടിയെടുക്കും. ഈ സുൽത്താൻ ബത്തേരിയിലും ഒപ്പം തന്നെ കൽപ്പറ്റയിലും ഒക്കെ T സിദ്ദിഖും ഒപ്പം ഈ പറയുന്ന IC ബാലകൃഷ്ണനും ഒക്കെ വിജയം സുനിശ്ചിതമാണ് എന്ന് പറയപ്പെടുമ്പോഴും മാനന്തവാടിയിൽ മുൻപ് PK ജയലക്ഷ്മിയൊക്കെ കോൺഗ്രസിന്റെ മത്സരിച്ച് വിജയിച്ച പഴയ മന്ത്രിയൊക്കെ ആയിരുന്നു. അവരിപ്പോൾ ഈ ചിത്രങ്ങളിലൊന്നും ഇല്ല അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷെ ചില വിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുള്ളിക്കാരി ഉണ്ടാക്കിയിട്ടുണ്ട്. DCC അവർ തഴയുന്നുണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളൊക്കെ മുൻപോട്ട് വരുന്നു. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കും? അതോ ഈ PK ജയലക്ഷ്മിയുടെയൊക്കെ സ്വാധീനം എന്ന് പറയപ്പെടുന്നത് വെറും ചെറിയ മേഖലകളിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നതാണോ? വയനാട് ചെറിയ ജില്ലയും ജനസംഖ്യ കുറഞ്ഞതും ഒക്കെ ആണെങ്കിലും കോൺഗ്രസിന്റെ കോട്ടയാണെങ്കിലും ഈ വിവാദത്തിന്റെ കാര്യത്തിൽ ഈ ഏറ്റവും ചെറിയ ജില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങളുടെ കാര്യത്തിൽ നമ്പർ 1 ജില്ലയാണ്. അവിടുത്തെ DCC പ്രസിഡന്റുമാരായി വരുന്നവരെ കുറിച്ചും അവിടുത്തെ സഹകരണ സംഘങ്ങളെ കുറിച്ചും അവിടുത്തെ സഹകരണ സംഘങ്ങളിലെ നിയമനങ്ങളെ കുറിച്ചും ഒക്കെ വ്യാപകമായ പരാതികൾ. ഈ ഒരുപക്ഷെ അവിടുത്തെ ഭൂരിപക്ഷം കോൺഗ്രസ് അണികളായത് കൊണ്ടുണ്ടായ അങ്ങനെ ഒരു വിഷയമുണ്ട്. ഈ എണ്ണത്തിൽ കൂടുതലായ തർക്കവും കൂടും, എണ്ണത്തിൽ കുറഞ്ഞാൽ തർക്കം കുറയും.
ആ അർത്ഥത്തിലായിരിക്കാം. എന്തായാലും ഈ പറഞ്ഞതുപോലെ പി കെ ജയലക്ഷ്മി എന്ന വ്യക്തിയും അവരെ പണ്ട് ജയിക്കാൻ 2 തവണ മത്സരിച്ചപ്പോഴും പലരും ഉപദ്രവിച്ചു. അതിൽ ഒരു തവണ ജയിച്ചു, ഒരു തവണ തോറ്റു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജയിച്ചിട്ടും തൃപ്തിയില്ല, ജയിച്ചപ്പോൾ തൃപ്തിയായിരുന്നു. രണ്ടാമത്തെ തവണ തോറ്റു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ തവണയും എന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നത് ബാലിശമായ അഭിപ്രായം. ഇപ്പൊ ഏത് പാർട്ടി ആയാലും നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അന്ന് പറയണമായിരുന്നു, എന്നെ തോൽപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടും ഞാൻ ജയിച്ചു എന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. രണ്ടാമത്തെ തവണ തോറ്റു. ആ തോറ്റു. ഇവിടെ ഇന്ദിരാഗാന്ധി വരെ തോറ്റില്ലേ, അതിനപ്പുറം തോക്കാനായി. തീർച്ചയായിട്ടും ആ ചരിത്ര ബോധമൊന്നും ഇല്ലാതെ ഏതെങ്കിലും കോണ്ടെക്സ്റ്റിൽ ചിലപ്പം പറയിക്കുന്നതുമായിരിക്കാം. അങ്ങനെയുണ്ട്. ഈ പറഞ്ഞത് മാത്രമേ നമ്മൾ കേൾക്കൂ, അതിന്റെ മുൻഭാഗവും അത് കഴിഞ്ഞുള്ളതും കേൾക്കാത്തത് കൊണ്ട് എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ, അതിനുള്ള ഒരു അവസരം ഉണ്ടായല്ലോ എന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടായി. ദൗർഭാഗ്യകരമായിട്ട് നമുക്ക് തോന്നാറുണ്ട് സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറയുന്നുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയം നമ്മൾ പറയുമ്പോഴും സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുന്നത് കുറവാണ്. അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അതിൽ കോൺഗ്രസും ഒക്കെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രം, സ്ത്രീകളെ മാത്രമാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ 33% വനിതാ സംവരണം ഒക്കെ പറയുമ്പോഴും ആരും അത്തരത്തിലൊന്നും ചിന്തിക്കുന്നില്ല. എല്ലാം പുരുഷ കേന്ദ്രീകൃതമാകുന്ന ഒരു നിയമസഭകൾ ആയി മാറുന്നു പലപ്പോഴും. അതില് ഈ സ്ത്രീ പ്രാതിനിധ്യം, സ്ത്രീ പ്രാധാന്യം എന്നൊക്കെയുള്ള വാക്ക് നമ്മൾക്ക് ഉപയോഗിക്കുമ്പോൾ നിർഭാഗ്യവശാൽ അത് ഏറ്റവും ആദ്യം എടുത്ത് പ്രയോഗിക്കുന്ന കോൺഗ്രസിനെതിരെയാണ്. അത് സത്യമല്ലെങ്കിലും ഏറ്റവും കൂടുതൽ പേർ വിശ്വസിക്കുന്നതും അങ്ങനെയാണെന്നാണ്. 16 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റായി പ്രതിഭാകുമാരി പാട്ടീലിനെ നിയമിച്ചത് കോൺഗ്രസ് ആണ്. അതുപോലെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ മീരാകുമാർ ഡോക്ടർ, അത് കോൺഗ്രസ് കൊടുത്തതാണ്. ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ട് 21 വർഷം സോണിയാഗാന്ധി ആയിരുന്നു കോൺഗ്രസിന്റെ പ്രസിഡന്റ്. അതേപോലെ നമ്മളുടെ റേഷൻ കാർഡിലൊക്കെ ഇപ്പോൾ നമ്മൾ പുരുഷന്മാരല്ല, ഗ്രഹനാഥന്മാരാണ് അതിലെ ഫോട്ടോ. അതൊക്കെ കോൺഗ്രസ് കൊടുത്തതാണ്. പക്ഷെ ഒരു നിയമനിർമ്മാണം നടക്കുന്ന വേദിയിലേക്ക് എത്തപ്പെടാനായിട്ട് ഇവർക്ക് ഇനിയും ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം UDFന്റെ ഭാഗത്താണെങ്കിൽ LDFന്റെ ഭാഗത്താണെങ്കിലും ഒക്കെ അത്തരത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ പറയുന്ന NDയുടെ ഭാഗത്താണെങ്കിലും എല്ലാവരും ഈ വനിതാ സംവരണം, വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നൊക്കെ അവകാശവാദമൊക്കെ ഉന്നയിക്കുമ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ മുൻപിൽ നിൽക്കേണ്ടത് ഈ പറയുന്ന LDF ഒക്കെയാണ്. പക്ഷെ അവർ പോലും പിന്നാക്കം പോകുന്നു. UDFനകത്ത് തന്നെയുള്ള IOMൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഈ 1-2 സീറ്റുകളൊക്കെ ഇപ്പോൾ സ്ത്രീകൾക്ക് വിട്ടുകൊടുത്തിട്ട് അവർ ചില മാറ്റങ്ങൾ വരുത്തുന്നു. പക്ഷെ അത്രത്തോളം ഒന്നും കോൺഗ്രസ് എത്തുന്നില്ല. കോൺഗ്രസ് കുറച്ചുകൂടി മാറേണ്ടതുണ്ട്. ഈ പറയുന്ന പോലെ 95-96 ഒക്കെ സീറ്റിൽ മത്സരിക്കുമ്പോൾ അതിനകത്ത് 10ഓളം പേർ പോലും അതിനകത്ത് സ്ത്രീകളില്ല, സ്ത്രീകളുടെ പ്രാതിനിധ്യമില്ല. ഈ പറയുന്ന പോലെ ഒരു 33% കൊടുത്തില്ലെങ്കിലും ഒരു 20% കൊടുക്കണ്ടേ? ആ ഒരു കാലഘട്ടത്തിൽ ഒരു 10-20 പേരെങ്കിലും മത്സരിക്കണ്ടേ? അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? സ്ത്രീകൾ ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ. അല്ല, അത് പടിപടിയായി കൊടുത്തു വരുന്നുണ്ടെന്ന് മാത്രമല്ല, രാജ്യസഭയിൽ പോലും ഇപ്പൊ കോൺഗ്രസ് ഏറ്റവും അവസാനം കൊടുത്തത് ജബി മേത്തർ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനാണ്. അപ്പൊ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടുന്നില്ല. അത് അന്ധമായ ഒരു സ്ത്രീ വിരുദ്ധതയുടെ ഭാഗമായിട്ടല്ല, പല പല ഘടകങ്ങൾ വരുമ്പോൾ വരുന്നു എന്നുള്ളതാണ്. ശരി. അതേപോലെ നമ്മുടെ വനിതാ സംവരണം പാർലമെന്റിൽ ബില്ല് കൊണ്ടുവന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം കൊണ്ടുവന്നതും കോൺഗ്രസ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം കേരം തിങ്ങും കേരള നാടിൽ KR ഗേരി ഭരിച്ചിടുമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തിട്ട് അവരെ ഒന്നുമല്ലാതാക്കി, അവരെ പിന്നീട് തുടർച്ചയായി 2 തവണ മന്ത്രി ആക്കിയത് പോലും കോൺഗ്രസ് ആണ്. തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ കാണണം. ശരി. എന്തായാലും വയനാടിന്റെ കാര്യം, വയനാടിന്റെ ഒരു ചിത്രം പറയുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലായിട്ട് വേറൊന്നും പറയാനില്ല. ഈ മാനന്തവാടിയും കൽപ്പറ്റയും സുൽത്താൻ ബത്തേരി അടങ്ങുന്ന 3 നിയോജക മണ്ഡലങ്ങൾ മാത്രമാണുള്ളത്. അത് താങ്കൾ പറഞ്ഞ പോലെ ഞാനും താങ്കളോടൊപ്പം യോജിക്കുകയാണ്. കാരണം 3 നിയോജക മണ്ഡലങ്ങളിലും UDFന്റെ ഒരു വിജയ കുതിപ്പ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത്. കാരണം അത്തരത്തിലൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഈ പറയുന്ന കേളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേളു വിജയിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ 2026 തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു വിജയം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഈ പറയുന്ന 3 സീറ്റുകളിലും UDF വിജയിച്ചു കയറും. ഈ വന്യമൃഗ ശല്യം ഏറ്റവും കൂടുതൽ വന്ന ഒരു ജില്ലയാണ്. അതെ അതെ. അതില് ഫലപ്രദമായി ഒന്നും ചെയ്യാത്ത മന്ത്രിക്ക് വീണ്ടും സീറ്റ് കൊടുത്ത ഒറ്റ കാരണം കൊണ്ട് ആ നിയോജക മണ്ഡലങ്ങളിലെല്ലാം അതിന്റെ തിരിച്ചടി വരും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ LDFന് അഗൻസ്റ്റ് ആണ്. അതുകൊണ്ട് വയനാട്ടിലുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് അവിടെ ഒരു ക്ലീൻ UDFനാണ്. അതെ. അപ്പോൾ വയനാടിന്റെ സാധ്യത എന്ന് പറയുന്നത് UDFന് തന്നെയാണ്. ആ സാധ്യതകൾ തന്നെയായിരിക്കും ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല.
നമുക്ക് അടുത്ത ഒരു മണ്ഡലമുണ്ട്, അവിടേക്ക് പോവാം.